നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികളെ വിട്ടയച്ച നടപടി ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഈ കോടതി നടപടി. കേസിലെ പ്രതികൾക്ക് കോടതി നോട്ടീസ് അയക്കുന്നത് സാധാരണയാണ്. എന്നാൽ നടിയുടെ കേസിൽ രണ്ടാം ഘട്ട നിയമ പോരാട്ടമാണ് ഇതോടെ തുടങ്ങുന്നത്. 2017 ഓടുന്ന കാറിൽ വെച്ചാണ് നടി ആക്രമണത്തിന് ഇരയായത്. തൊട്ടു പിന്നാലെ തന്നെ കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായി. സംഭവം നടന്ന് 3 മാസങ്ങൾക്കിപ്പുറമാണ് ദിലീപ് കേസിൽ അറസ്റ്റിലാകുന്നത്. കേസിലെ ഗൂഢാലോചന കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയത്. ഏകദേശം 8 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കഴിഞ്ഞ വർഷമാണ് വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേസിൽ വിധി പറഞ്ഞത്. കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചു. 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. എന്നാൽ 8ാം പ്രതിയായിരുന്ന ദിലീപ് അടക്കം 4 പേരെ കോടതി വെറുതെ വിടുകയായിരുന്നു. ഇതിനെതിരെയാണ് സർക്കാർ അപ്പീൽ നൽകിയത്. കേസിലെ ഡിജിറ്റൽ തെളിവുകൾ കോടതി നിസ്സാരമായി തള്ളിക്കളഞ്ഞുവെന്നാണ് സർക്കാർ അപ്പീലിൽ ഉയർത്തിയ പ്രധാന വാദം. അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ നൽകിയ പല ഡിജിറ്റൽ തെളിവുകളും കോടതി പരിഗണിച്ചില്ലെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. പല സാക്ഷിമൊഴികളും വളരെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് വിചാരണ കോടതി തള്ളിക്കളഞ്ഞതായും അപ്പീലിലുണ്ട്. 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ട വിധി റദ്ദാക്കണമെന്നും ദിലീപ് ഉൾപ്പെടെയുള്ള വെറുതെ വിട്ട പ്രതികളെ ശിക്ഷിക്കണമെന്നും അപ്പീലിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ പുനർപരിശോധിക്കണമെന്നും അപ്പീലിൽ പറയുന്നു. ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് നടി ആക്രമിക്കപ്പെട്ട കേസിൽ തനിക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഗൂഢാലോചന നടന്നതെന്നതായിരുന്നു കേസിന് വിധി വന്നതിന് പിന്നാലെ ദിലീപ് പറഞ്ഞത്. തന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യർ ഉയർത്തിയ ആരോപണമാണ് തന്നെ കേസിൽ പ്രതിയാക്കിയതിന് പിന്നിലെന്നും ദിലീപ് ആരോപിച്ചിരുന്നു. അതേസമയം സർക്കാർ വീണ്ടും അപ്പീൽ പോയിരിക്കുന്ന സാഹചര്യത്തിൽ നടിയുടെ കേസിൽ ദിലീപ് വീണ്ടും കുരുക്കിലാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.